കൊച്ചിയിൽ സ്പാ ജീവനക്കാരിയും എസ്ഐയും ചേർന്ന് CPOയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി കണ്ടെത്തൽ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുപിടിക്കാനാണ് ജീവനക്കാരിയായ രമ്യ എസ്ഐയുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റോയൽ ആയുർവേദിക് വെൽനസ് സെന്റർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് രമ്യ. CPOയെ ഭീഷണിപ്പെടുത്താനായി സുൽഫിക്കർ എന്നയാൾക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് രമ്യ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയത്. കേസിലെ മറ്റൊരു പ്രതിയായ പാലാരിവട്ടം SI KK ബൈജു ഒളിവിലാണ്. ഇയാൾ കേരളത്തിലില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിലെ ഒന്നാം പ്രതിയാണ് SI ബൈജു. രമ്യ കേസിൽ മൂന്നാം പ്രതിയാണ്. രമ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുൽഫിക്കറിനായുള്ള അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഒളിവിലായിരുന്ന രമ്യ പിടിയിലായത്. കൊച്ചിയിൽ സ്പാ ജീവനക്കാരിയും SIയും ചേർന്ന് CPOയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. പുതിയ കണ്ടെത്തലുകൾ വരികയാണ്. സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സ്പായിൽ നടന്നിരുന്നത് എന്നുള്ള കണ്ടെത്തൽ വരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം മറച്ചു പിടിക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ജീവനക്കാരിയായ രമ്യയും SIയുമായുള്ള ബന്ധം എന്നുള്ളതൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. റോയൽ ആയുർവേദിക് വെൽനസ് സെന്റർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് രമ്യ. CPOയെ ഭീഷണിപ്പെടുത്താനായി സുൽഫിക്കർ എന്നയാൾക്ക് കൊട്ടേഷൻ നൽകിയെന്നും രമ്യ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. കേസിലെ മറ്റൊരു പ്രതി പാലാരിവട്ടം SI KK ബൈജുവാണ്. ഇപ്പോഴും ഒടുവിലാണ്. ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇയാൾ കേരളത്തിലില്ല എന്നും ഒരു വിലയിരുത്തലുണ്ട്. ഒന്നാം പ്രതിയാണ് SI ബൈജു. അതേസമയം രമ്യ കേസിൽ മൂന്നാം പ്രതിയാണ്. രമ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊട്ടേഷൻ നൽകി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ രമ്യ കൊട്ടേഷൻ നൽകിയ സുൽഫിക്കറിനായുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒളിവിലായിരുന്ന രമ്യ പിടിയിലായത്.